ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഫ്രോൺസ് ഡെലിവറി എടുത്തിട്ട് ഒന്ന് ഓടിക്കാൻ കൂടി പറ്റിയിട്ടില്ല. നമുക്ക് ഫ്രോൺസ് കിട്ടിയ ഉടനെ 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അങ്ങ് കായംകുളം 1-ാം കുറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീണ്ട 12 ദിവസത്തിന് ശേഷം നമ്മൾ ഇന്ന് ആ വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പം എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾ വഴിയെ വീഡിയോയിൽ കാണും. പിന്നെ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല തിളച്ച് കിടക്കുകയാണ് ചൂട്. ആൾറെഡി നമ്മുടെ വെള്ളമൊക്കെ കുടിച്ച് നല്ലപോലെ ഡീഹൈഡ്രേഷൻ അടിക്കുന്ന കാരണം വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോഴും നമ്മൾ ബോട്ടിലൊക്കെ കാര്യമാക്കിയിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം. എന്തായാലും ചൂടാശാൻ ചതിക്കാതിരുന്നാൽ മതി. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. അങ്ങനെ നമ്മൾ ഏത് വണ്ടിയിലാണ് പോകുന്നത്? കാറിലാണോ ബൈക്കിലാണോ? അല്ല ഗൈസ്, ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് ആന വണ്ടിയിൽ പോകാം. അപ്പോൾ നമുക്ക് നടക്കാം അങ്ങോട്ട്. ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. എന്തോ ഭാഗ്യം, വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, വാളിയെ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് ഇറക്കാമെന്ന്. ഒന്നും നോക്കില്ല, അവൻ്റെ കൂടെ ഇനി ബസ് സ്റ്റോപ്പിലോട്ട് പോയിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നെങ്കിലും വന്നു നമ്മുടെ ആനവണ്ടിയിലോട്ട് കയറിയിട്ടുള്ള വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. നേരെ നമ്മളെന്തായാലും ലാഗായില്ല, ചൂട് കാരണം നിൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ നമ്മുടെ ആനവണ്ടിയിൽ ഇങ്ങനെ കുലുങ്ങി പോകുന്ന ഒരു രസമാണല്ലോ. ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും കിടക്കുന്നു. കാര്യങ്ങളും ആകെ മൊത്തം മാറിയിരിക്കുന്നു. കുറേ നാളായി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. ഒബിയസ്ലി കാറിലും ബൈക്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ നേരെ ഷൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാറാണ് പതിവ്. ബസ് സ്റ്റോപ്പിലൊന്നും കയറുന്നില്ല. ആകെ മൊത്തം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെയാണ് നമ്മൾ ഈ കാണുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങി ആകെ മൊത്തം കൺഫ്യൂഷൻ. അപ്പോൾ അടുത്തുള്ള ലോട്ടറി വയ്ക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ 1-ാം കുറ്റിക്ക് പോകേണ്ട ബസ് എവിടെയാണ് നിൽക്കേണ്ടത്, എവിടെയാണ് കയറേണ്ടത്? അപ്പോൾ ചേട്ടനാകെ ആണെങ്കിൽ ഡാർക്ക് സീനായിരുന്നു. എന്തല്ലോ എന്നെയൊക്കെ പറഞ്ഞു. അത് കാരണം ഒന്നും നോക്കില്ല, ജസ്റ്റ് 80 രൂപ കൊടുത്തൊരു ഓട്ടോയിൽ കയറി. ഓട്ടോ ചേട്ടന് വേണ്ടി ചില്ലയില്ലെന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ദാണ്ട കിടക്കുന്നു നമ്മുടെ കൈക്കയിലാണ് നമ്മുടെ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ റിവ്യൂ ഒക്കെ ഞാൻ പൊതുവേ പറയാം. എന്തായാലും നമ്മുടെ കാർ ആദ്യം കാണട്ടെ. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഓണറായിട്ടുള്ള എൻ്റെ ഫ്രണ്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇവിടെ കൊടുത്തിട്ട് 13 ദിവസമായി. കാരണം എടുക്കാൻ വരാൻ ഞാനും താമസിച്ചു, വർക്ക് ചെയ്ത് തരാൻ അവരും താമസിച്ചു. ഓവറോൾ നമ്മുടെ ഈ ഷോറൂമിനെ പറ്റി പറയാനാണെങ്കിൽ ഇവരുടെ എന്താ പറയുക, വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആയിരുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചില ടൈമിൽ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ വർക്കൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ടു ബി ഹോണസ്റ്റ്, വർക്കൊക്കെ നല്ലതായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ജോബാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നു. വണ്ടി എടുത്ത് നേരെ സ്ട്രൈറ്റ് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരു രക്ഷയില്ല. 4 സൈഡും നമ്മൾ ഗാർവെയറിൻ്റെ കൂൾ ഫിലിംസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ നമ്മൾ ടിൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും പുതിയൊരു വീഡിയോ ഉടനെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ എന്തായാലും ഉണ്ടാവും. പിന്നെ ഒബിയസ്ലി നമ്മുടെ കാറുകാരുമായിട്ടുള്ള ഷോപ്പുകാരുമായിട്ടുള്ള ഡീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഓക്കെ ഗൈസ്, ബൈ.